നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കെ മുരളീധരൻ നായർ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, വാസ്തു ആചാര്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതി. അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ സംശയങ്ങൾക്ക് മറുപടി കൃത്യമായി പറയാൻ റെഡിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. സാറ്, ഇന്ന് വന്നിട്ടുള്ളത് പ്രധാനമായിട്ട് സംശയത്തിനപ്പുറത്ത് ഒരു അറിവിലേക്കാണ് നമുക്ക് ഈ എപ്പിസോഡ് കൊണ്ടുപോകുന്നത്. അതായത് കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ആരാധനാ രീതികളും അതുപോലെ തന്നെ അവിടുത്തെ പൂജകളും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ വളരെ റെയറായിട്ട് കേട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വരാഹി പഞ്ചമി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ എൻ്റെ ഒരു ക്ഷേത്രമാണ് എന്ന് തോന്നുന്നത്. സാറിന് കൂടുതൽ അറിയാം, അതിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്താണ് ഒരു വിഭിന്നമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഈ വാരാഹി, അതായത് പഞ്ചമി ക്ഷേത്രം, അതായത് പാർവതീദേവിയുടെ 5ാമത്തെ നെയ്മാണ് പഞ്ചമി എന്ന് പറയുന്നത്. ഇപ്പം ശാന്തരൂപിണി അങ്ങനെ പഞ്ചമി എന്നുണ്ട്. അതിൻ്റെ ഉഗ്രരൂപിണി ഭാവമാണ് വാരാഹി പഞ്ചമി. വാരാഹി പഞ്ചമി, വരാഹത്തിൻ്റെ മുഖവും സുന്ദരമായ ശരീരത്തോടുകൂടി. സാധാരണയിൽ നമ്മളിപ്പോഴും ഹിന്ദുപരമായിട്ട് ഭദ്രകാളി, ആ അമ്മയൊക്കെയാണ് ഏറ്റവും വലിയ ഉഗ്രമൂർത്തി ഭാവമായിട്ട് ജനങ്ങൾ അറിയപ്പെടുന്നത്. അതിനൊരു 100 ഇരട്ടി പവറാണ് വാരാഹി പഞ്ചമിക്കുള്ളത്. അമ്മ വളരെ ഇത്രയും വളരെ ഉഗ്രമൂർത്തിയായിട്ടിരിക്കുന്ന ഭാവമാണെങ്കിലും ഭക്തജനങ്ങളെ വളരെയധികം അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ആ പ്രതിഷ്ഠ അങ്ങനെയും കൂടിയാണ്. എനിക്ക് വാരാഹി പഞ്ചമി ക്ഷേത്രം ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചുക്കാൻ പിടിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. നമുക്കിവിടെ ഒരു പഞ്ചമി ക്ഷേത്രം കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടുള്ളത് ഇപ്പോഴും പേട്ട കല്ലുമൂട് എന്നുള്ള സ്ഥലത്താണ്. അവിടെയാണ് ഇപ്പോഴും പഞ്ചമി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഒരു ഒറ്റ വാസ്തുമണ്ഡലത്തിനകത്ത് ശാന്തരൂപിണിയും ഉഗ്രരൂപിണി ഭാവമാണ്. 2 പ്രതിഷ്ഠയാണ്. ശാന്തരൂപിണിയുണ്ട്, ദുർഗാഭാവത്തിൽ പണ്ട് ആരാധിച്ച, അത് പഞ്ചമി തന്നെ. ആ ഇപ്പുറത്ത് വാരാഹി പ്രതിഷ്ഠ. അപ്പോൾ അത് ഞാനാണ് ചെയ്തത്. അത് ചെയ്യാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ച് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തെങ്കിലും ഇങ്ങനെ വ്യത്യസ്തമായൊരു ക്ഷേത്രം ചെയ്തതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവും കൂടെയാണ് അത്. അതിൻ്റെ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കെപ്പോഴും തന്നെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ്. ഒന്ന്, ഈ പല ആൾക്കാർക്കും സാമ്പത്തികമായ പല കാര്യങ്ങൾ വരും, മനസ്സമാനമില്ല. ചില ആൾക്ക് സമ്പത്തുണ്ട്, മനസ്സമാനമില്ല, എന്നും ഇഷ്യൂസാണ്. ഒന്ന് ചിലപ്പോൾ സ്ത്രീകൾക്ക് ഭർത്താവിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങളുണ്ടാവാം, ഇല്ലയെന്ന് പറയുന്നില്ല. കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അസുഖങ്ങൾ, മാറാത്ത അസുഖങ്ങൾ. അപ്പോൾ ഒരു ലേഡിയാണ് പോകുന്നത്, അവർക്ക് അവിടെ 100,000 കാര്യങ്ങളും കൊണ്ടുപോയി ഈ അമ്മയുടെ മുമ്പാக വന്ന് ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നൊരു സത്യം. അതിന് ഇവിടെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുള്ളത്, അവിടെ തട്ടം നേദിക്കുന്നൊരു വഴിയുണ്ട്. തട്ടത്തിൽ തേങ്ങ ഉടച്ച് നെയ്യ് വെച്ച് വിളക്കെത്തിച്ച് ചുറ്റും ചുറ്റി ഈ അമ്മയുടെ മുമ്പ് വച്ച് പ്രാർത്ഥിക്കുന്നൊരു സാധാരണ ചെയ്യുന്നത്. മറ്റു ഒരുപാട് പൂജകൾ പലതും ഉണ്ടെങ്കിൽ തന്നെ ഇത് വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ ഈ അമ്മയുടെ മുമ്പ് വന്ന് ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ആ ഫലം കിട്ടും എന്നാണ് അനുഭവത്തിലും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ്. അനുഭവക്കാർ ഒരുപാടുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാര്യവും ഇല്ലാതെ ഒരാൾ, ഒരു അയൽവക്കത്തൊരു കാര്യം എന്ന് വെച്ചോളൂ, അവനെ നശിപ്പിച്ചേ അടങ്ങുള്ളൂ. ചില അയൽവക്കക്കാർക്ക് അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ജീവിക്കാൻ വിടില്ല. പല രീതിയിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പ്രശ്നം പോകുമ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ മനസ്സമാനത്തോട് കഴിയാൻ സാധിക്കാതെ അവനെ നശിപ്പിച്ചേ അടങ്ങുള്ളതുണ്ട്. പല മേഖലകളിലുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ മേഖല മുതൽ തുടങ്ങാം, വ്യവസായങ്ങളിലുണ്ട്, അയൽവക്കങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അടുത്ത ബന്ധുക്കളുണ്ട്, സഹോദരങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരാളെ നശിപ്പിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇതിനെ ഈ ക്ഷേത്രം, ഈ വാരാഹി ഒരു പരിഹാരമാണ്. ആ അമ്മയുടെ മുമ്പാ നിന്ന് ശരിക്ക് പ്രാർത്ഥിച്ചാൽ, അമ്മയുടെ മുമ്പ് ഒന്ന് കറക്റ്റായിട്ട് നിന്ന് പ്രാർത്ഥിച്ചാൽ ആ അമ്മ അത് കേൾക്കും. അപ്പം
ആത്മാർത്ഥമുള്ള ആയിരിക്കണം സത്യം. അല്ലാതെ വല്ലവരെയും കൊണ്ട് ദുഷിച്ച് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത്. ശരിയായിട്ടുള്ള കാര്യം പ്രാർത്ഥിച്ച് അങ്ങനെ വളരെ മനസ്സിറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭക്തയുടെ അല്ലെങ്കിൽ ഭക്തൻ്റെ കണ്ണീര് വരും. ആ കണ്ണീര് കയ്യിലെടുത്ത് കുങ്കുമമായിട്ട് ചാലിച്ച് നെറ്റിയിലിടുക. അതിനൊരു പരിഹാരം ഉണ്ടാവും. കാരണം അതൊരു സത്യമാണ്, ഒരു മന്ത്രത്തിൻ്റെ ഒരു സൈഡും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം നമുക്ക് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ട്. പേട്ടക്കല്ലമ്മൂടാണ് ആ ക്ഷേത്രം ഇവിടെയും വാരാഹി പഞ്ചമി ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ശാന്തരൂപിണിയമ്മയുണ്ട്, ഉഗ്രരൂപിണിയമ്മയുണ്ട്. അപ്പോൾ ചോദിക്കും ഏതിനാണ് പവറെന്ന് ചോദിച്ചിരുന്നാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്താണ്. അപ്പുറത്ത് ശാന്തരൂപിണി അമ്മയുണ്ട്, അതും ഓക്കെയാണ്. ഇപ്പുറത്ത് എങ്കിലും നമ്മുടെ പെട്ടെന്ന് ഒരു മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് അസുഖം മാറുന്ന എന്താണ് എപ്പോഴും അങ്ങനെയല്ലേ കണക്കെടുക്കുകയുള്ളൂ. അപ്പോൾ വാരാഹി എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ജനങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടുന്നുള്ള കാര്യത്തിൽ അവിടെ പോയി പ്രാർത്ഥിച്ച ഒരുപാട് ആൾക്കാർക്ക് അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ക്ഷേത്രം പണിഞ്ഞ ഒരാളെന്ന നിലയിലും അവിടുത്തെ സ്ഥപതിയും കൂടി ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ അടുത്തുണ്ട്. അതിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് പറയുമ്പോൾ എനിക്കും സന്തോഷമാണ്, ഇല്ലയെന്ന് പറയുന്നില്ലേ. അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ അവിടെ ഈ ഒറ്റ ക്ഷേത്രമണ്ഡലത്തിലാണ് അതിനകത്ത് മറ്റേതൊക്കെ ഉപപ്രതിഷ്ഠകളാണ് വേറെ? നമുക്ക് എല്ലാ ഉപപ്രതിഷ്ഠ ഇവിടെ ഉണ്ട്, സകലതും ഉണ്ട്. നവഗ്രഹ പ്രതിഷ്ഠ അവിടെയുണ്ട്, എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട്. നാഗരുണ്ട്, നല്ല പവറിലാണ്, കന്നിയിലാണ് നാഗരാജാവ്, നാഗേക്ഷി, അതെല്ലാം ഞാൻ തന്നെയാണ് സ്ഥാപിച്ചു കൊടുത്തത്. നാഗരാജാവ്, നാഗേക്ഷി, നാഗന്യ, അത് നല്ല പവറിലിരിപ്പുണ്ട്. പിന്നെ അവിടെ ഇല്ലാത്ത പ്രതിഷ്ഠകളില്ല, എല്ലാം ഉണ്ട്. തീർച്ചയായും. അപ്പം ഇത് അയ്യപ്പനുണ്ട്. പ്രതിഷ്ഠയെ ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ തിരുവനന്തപുരം പേട്ടയിലുള്ള വാരാഹി പഞ്ചമി ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വീടിനകത്തുള്ള ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ, അതായത് വീടിനകത്ത് മീൻസ് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ള കുടുംബക്ഷേത്രങ്ങളുടെ കാര്യമൊക്കെ ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങളുണ്ട്, അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൃത്യമായിട്ട് അതിനകത്ത് മറുപടി നൽകുന്നതായിരിക്കും. വീടിൻ്റെ കോമ്പൗണ്ടിൽ കുടുംബക്ഷേത്രങ്ങളാകാമോ, അല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ദോഷം വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം.